എന്റെ ഷർട്ടിന്റെ ബട്ടൺ അത് തനിയെ കൂടിച്ചേർന്നുകൊണ്ട് യാദൃശ്ചികമായി ഉണ്ടായതാണ് എന്ന് പറയണമെങ്കിൽ ചില്ലറ യുക്തിരാഹിത്യമൊന്നും പോരാ എന്ന് നമ്മൾ പറയും. കാരണം എന്താ? ഒരു ബട്ടൺ എന്ന് പറഞ്ഞാൽ അതിനൊരു പർപ്പസ് ഉണ്ട്, അതിനൊരു ഡിസൈൻ ഉണ്ട്. വളരെ ലളിതമാണെങ്കിലും അത് തനിയെ ഉണ്ടാവുകയില്ല എന്നത് സാമാന്യ യുക്തിയാണ്. ആ സാമാന്യ യുക്തിയെ ചോദ്യം ചെയ്തുകൊണ്ട് എന്റെ ഷർട്ടിന്റെ ബട്ടൺ തനിയെ ഉണ്ടായതാണ്, ആരും ഡിസൈൻ ചെയ്തതല്ല, ആരും അതിനു പിന്നിൽ പ്രവർത്തിച്ചിട്ടില്ല, അതിനു പിന്നിൽ ഒരു ബുദ്ധിയുമില്ല എന്ന് പറയണമെങ്കിൽ അത് ചില്ലറ യുക്തിരാഹിത്യമൊന്നല്ല. എങ്കിൽ പ്രിയമുള്ളവരെ, എന്റെ ഷർട്ടിന്റെ ഒരു ബട്ടൺ പോലും വേണ്ട, ഒരു മുട്ടുസൂചി പോലും തനിയെ ഉണ്ടാവുകയില്ലെങ്കിൽ, അതിനു പിന്നിലൊരു ബുദ്ധി പ്രവർത്തിക്കാതെ അതുണ്ടാവുക സാധ്യമല്ലെങ്കിൽ, ഞാൻ ചോദിക്കട്ടെ, ഈ കാണുന്ന മഹാപ്രപഞ്ചം, ആ പ്രപഞ്ചത്തിന്റെ വ്യാപ്തി എത്രത്തോളമാണ് എന്ന് പോലും ശാസ്ത്രത്തിന് ഇന്നും പഠിച്ചു കഴിഞ്ഞിട്ടില്ല. ശാസ്ത്രം പറയുന്നത് നമുക്ക് മനുഷ്യനൊരിക്കലും പ്രപഞ്ചത്തിന്റെ വിശാലത എത്തിപ്പിടിക്കാൻ സാധ്യമല്ല എന്നാണ്. അത്രമേൽ വിശാലമാണ് പ്രപഞ്ചം എന്ന് പറയുന്നത്. ആ മഹാപ്രപഞ്ചം, ഇത്ര കൃത്യമായി വ്യവസ്ഥാപിതമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ചം മുഴുവൻ തനിയെ ഉണ്ടായതാണ് എന്നൊരാൾ പറയുന്നെങ്കിൽ അതിനേക്കാൾ വലിയ അന്ധവിശ്വാസം വേറെ എന്താ ഉള്ളത്?